ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷേ പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു ലോകത്തുനിന്ന് അപ്പുറത്തേക്ക് എത്തണം. കാരണം അത്രയും ഇനിയും കാണാനുണ്ട്. പെട്ടെന്നൊന്നും നമ്മൾ പുറത്തേക്ക് എത്തൂല, അത്ര തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ സാഹസം പോലെ ഞാൻ ഈ വീഡിയോ എടുക്കണം, ഇന്നെ സമ്മതിക്കണം. കാരണം ഫോൺ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. അത്ര തിരക്കാടോ. അതിൻ്റെ ഇടയിൽ ഈ തിരക്കൊന്നും ഒഴിയട്ടെ വെച്ചിട്ട് ഞാൻ മിററിൽ ഞാൻ എൻ്റെ ഭംഗി തന്നെ ഒന്ന് ആസ്വദിച്ച് നിൽക്കണുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എത്ര വർണ്ണിച്ചാലും മതിയാവൂല. ഈ ആർച്ചൊക്കെ നോക്കാം, ഒരേപോലെ ഈ വലിയ വലിയ ബലവത്തായ തൂണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ശക്തിയുള്ള തൂണൊക്കെ എന്താ ഭംഗിയില്ലേ. പിന്നെ ഇത് ഇത്ര നീറ്റ്നെസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ചെരുപ്പും ആ ഒരു സെഞ്ചിയിലാക്കിയിട്ട് പുറത്ത് വെക്കണം. കാരണം ചെരുപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറണത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇത്ര നീറ്റായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. ഈ കണ്ട ജനങ്ങളൊക്കെ കൂടെ നോക്കാം, ഫോട്ടോ എടുത്തിട്ടും ചരിത്രങ്ങൾ പറഞ്ഞിട്ടും പിന്നെന്താ പറയുക, അതിൻ്റെ ആ ഒരു സ്മരണയിൽ ഇങ്ങനെ മുങ്ങി നടന്നിട്ടും ആഷിമോനും റിനുമോളാണ് ആ തിരക്കിൽ കൂടെ ഒരു ഭാഗത്ത് കൂടെ പോകണ മനുവിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് സമാധാനം. അത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഉശിനെ കാണാമല്ലോ കേട്ടോ. ഈ മനുഷ്യൻ ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാൻ മുങ്ങണു. ഞാൻ അതന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കിട്ടി, ഫോണിലാണ് പാവം, വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. അങ്ങനെതാ വീണ്ടും ഞാൻ സെൽഫിയും ഫോട്ടോയും ബുഷിനെ കിട്ടിയാൽ ഞാൻ വേഗം സെൽഫി ഫോട്ടോ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബുഷിൻ്റെ ഒപ്പം കൂടെ ഫോട്ടോ എടുത്ത് പാട്ടുണ്ടാക്കണത്. മിററിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടോ നിങ്ങൾ? ആർച്ചിൻ്റെ ആ ഭംഗിയാണത് കണ്ടോ. തൂണ് ഞാൻ പറഞ്ഞില്ലേ, ബലവത്തായ തൂണ് അറിയണ ഈ സംഭവത്തിനെയാണ്. എന്താല്ലേ പുറത്തേക്ക് കിടക്കേണ്ട ഭാഗം. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഓരോരോ കാഴ്ചകൾ വീണ്ടും വീണ്ടും നമ്മൾ കാണുകയാണ്. ഈ സ്റ്റെപ്പ് കണ്ടു, ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഇതാ ഇങ്ങനെ ഒരു വഴിയാണ്. ഈ വഴി കൂടെയൊക്കെ ഓരോരോ റൂമുകളും അറകളും, ഇതെന്താ ജയിലാണോ വെള്ളം എടുക്കണ സംഭവ സ്ഥലമാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ആർക്കൊക്കെയോ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പിന്നെ നല്ല എനിക്ക് അറിയണതുകൊണ്ട് എനിക്കത് മനസ്സിലായി. ഇതുണ്ടോ, ഇത് രാജാവിൻ്റെ എന്താ പറയുക ബെഡ്റൂം. അപ്പുറത്ത് പിന്നെ രാജ്ഞിയുടെ, അതായത് മാതാപിതാക്കളുടെ ഒക്കെ ഓരോരോ റൂമുകൾ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തന്നിരുന്നു. വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.